ഹലോ, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഞാൻ ജോവീസിൻ്റെ റോസ് വാട്ടറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് നല്ലപോലെ ഫില്ല് ചെയ്തു, കാരണം അത്യാവശ്യം ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ PSCയുടെ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് എഴുതിയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. കാരണം ഐബ്രോസ് ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട്. ദെൻ ഞാൻ ഐ മേക്കപ്പ് ചെയ്തത് നമ്മുടെ അനസ്താസിയയുടെ പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്ത്, ഒത്തിരി കളർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ടൊരു മേക്കപ്പാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും പിന്നെ ഒരു പിങ്കാണ് കേട്ടോ ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു PSCയുടെ ജെൽ ലൈനർ വെച്ചിട്ട് നല്ലതുപോലെ ഒരു സ്മോക്കി ഐസാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത ബ്രഷ് വന്നിട്ട് യൂറോ പാരീസിൻ്റെ ബ്രഷാണ്. അടിപൊളിയാണ് കേട്ടോ. 2 ബ്രഷും യൂറോ പാരീസിൻ്റെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അർബൻ ഡിക്കയുടെ ഒരു സ്കെച്ച് ലൈനർ വെച്ചിട്ട് നല്ലതുപോലെ എഴുതി കൊടുത്തു. അപ്പോൾ നമുക്കൊരു വിങ്ങൊക്കെ ഇട്ട് എഴുതി കൊടുക്കുമ്പോൾ കണ്ണ് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ മിറർ യൂസ് ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് വീഡിയോയിൽ കാട്ടിയിട്ടില്ല. ദെൻ ഞാൻ മാക്കിൻ്റെ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അതൊരു ഒരു ഐവറി ഷെയ്ഡ് പോലെയാണ്, പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു സ്കിന്നിലോട്ട് ബ്ലെൻഡായപ്പോൾ കാണാൻ. ദെൻ ഷുഗറിൻ്റെ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്തത്. ബോബി ബ്രൗൺ ആണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തത്. ഇത് ഒരു ഫെയർ ഷെയ്ഡാണ്, പക്ഷേ എൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്നത് കൊണ്ട് ഈ ഷെയ്ഡ് എനിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പാറ്റ് മക്രാത്ത് ലാബ്സിൻ്റെ ഒരു മീഡിയം ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു. ദെൻ ഞാൻ എൻ്റെ ഐബ്രോസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഐബ്രോസ് എപ്പോഴും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് മൈ മേക്കപ്പ് സ്റ്റോറിയുടെ പാലറ്റാണ് കേട്ടോ. അതിനകത്ത് ബ്ലഷും വരുന്നുണ്ട്, ഹൈലൈറ്റിംഗ് കളേഴ്സും വരുന്നുണ്ട്. നമുക്കിപ്പോൾ കൺസീലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ബ്ലഷും അതിൽ നിന്ന് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ അതിലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം ഫിക്സർ യൂസ് ചെയ്തത് നമ്മുടെ PSCയുടെ ഫിക്സറാണ് കേട്ടോ. അതാകുമ്പോൾ നല്ലൊരു ഗ്ലാസ് സ്കിന്നൊക്കെ തരാനായിട്ട്, ഒരു എന്താ പറയുക, ഒരു ഗ്ലോ ഒക്കെ തരാനായിട്ട് PSCയുടെ ഫിക്സറാണല്ലോ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി ഫിക്സറാണ്. അപ്പോൾ അതും കൂടെ അടിച്ചു കൊടുത്തു. ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു ഹൈലൈറ്ററും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൈലൈറ്റർ വന്നിട്ട് റയർ ബ്യൂട്ടിയുടെ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു മേക്കപ്പിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ. പിന്നെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മുടെ ലവ് എർത്തിൻ്റെ ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡായിരുന്നു. റെവലോണിൻ്റെ ഒരു ലിപ്പ് ലൈനറും നല്ല ഡാർക്ക് ലിപ്പ് ലൈനറും യൂസ് ചെയ്തു. അപ്പം സ്റ്റാഫ് തൊട്ടടുത്തുള്ള കാരണം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ ഫുൾ വീഡിയോ ഞങ്ങൾ എടുത്ത് തീർത്തത്. അതാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോഡക്റ്റും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.